Hi friends, welcome back to my channel. So ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. സോ ഇന്ന് എന്തായാലും ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവണമെങ്കിൽ ആവട്ടെ എന്ന്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫിഷ് മോളിയാണ്. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച ഒരു ഫിഷ് മോളി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ തേങ്ങാപ്പാലാണ് അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സോ ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ആവോലിയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ വരഞ്ഞ് വെച്ചിരിക്കുന്ന ആവോലിയാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് നമ്മുടെ മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പെപ്പർ, പിന്നെ കുറച്ച് നാരങ്ങ നീരും ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പം അത് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇനി നമുക്കിതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഒരു തക്കാളി, പിന്നെ ഒരു പകുതി ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ അതുപോലെ വെളുത്തുള്ളി, പിന്നെ ഒരു സവാള, 3 പച്ചമുളക്, ഇത്രയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1-ാം പാലും വേണം, 2-ാം പാലും വേണം. വെളുത്തുള്ളി ഒരു 10 അല്ലെങ്കിലും വേണേ. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് മീനൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മീൻ ഫ്രൈ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒത്തിരി മൊരിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പം മീൻ നമുക്കിവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് വേണം. നമ്മൾക്ക് ഈ ഗരം മസാല നമുക്കിങ്ങനെ ലൂസായിട്ട് കിട്ടത്തില്ലേ, ആ പാക്കറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അതായത് ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗരം മസാല ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ നേരത്തെ മീൻ വറുത്തില്ലേ, ആ മീൻ വറുത്ത അതേ ഓയിൽ തന്നെ ഈ ചട്ടിയിലോട്ട് ഒഴിക്കുക. ഒത്തിരി ഒഴിക്കേണ്ട, കുറച്ചൊഴിച്ചിട്ട്. ഇപ്പോൾ ഒത്തിരി ഓയിൽ മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഫുള്ളായിട്ട് ഒഴിക്കേണ്ട കാര്യമില്ല, അപ്പോൾ എണ്ണ കൂടിപ്പോവും. നമ്മൾക്ക് പാകത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. പക്ഷെ ആ മീൻ വറുത്ത എണ്ണ തന്നെ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഗരം മസാലയുടെ കൂട്ടില്ലേ, അത് നമ്മൾ ആദ്യം ഇടുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക. പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാളയും കൂടി ഇടുക. സവാള പെട്ടെന്ന് മൂക്കുന്നതിനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് ഒത്തിരി ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കേണ്ട. ജസ്റ്റ് ഒന്ന് വാടി അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫിഷ് മോളിൽ നമ്മൾ ഒരിക്കലും ചില്ലി പൗഡർ ആഡ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ ചില്ലി ഒരു 3-4 നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പെപ്പറുമാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. അല്ലാതെ മുളക് പൊടി നമ്മൾ ഫിഷ് മോളിൽ ആഡ് ചെയ്യാറില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ 2-ാം പാലില്ലേ, തേങ്ങാപ്പാൽ, അത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഉപ്പും അതിൽ ആഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മീൻ പയ്യെ ഇട്ട് കൊടുക്കുക. മീൻ മാക്സിമം കറിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി ഇല്ലേ, ആ തക്കാളി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെക്കുക. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുറന്നു നോക്കിയാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് ഈ മീനിന്റെ ഫ്ലേവറൊക്കെ ഈ കറിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. നല്ല സ്മെല്ല് വരുന്നുണ്ടാവും. ഇനി നമ്മുടെ 1-ാം പാൽ ആഡ് ചെയ്യേണ്ട സമയമായി. ആ തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് മാക്സിമം ചുറ്റിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ പുളി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 1 സ്പൂൺ വിനേഗറും ആഡ് ചെയ്യാം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. ചട്ടിയിലൊക്കെ നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോഴേക്കും ആ ചൂട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ആ സമയം നിങ്ങൾ പാനിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 1 മിനിറ്റ് കൂടെ അങ്ങനെ ഇരുന്നിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഓഫ് ചെയ്യുക. എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എപ്പോഴും പൊടികൾ ചേർക്കുമ്പോഴേക്കും മീനിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി റെസിപ്പി റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.